ആലപ്പുഴയിൽ നിന്നാണ് ഇന്ന് രാവിലെ നടുക്കുന്ന വാർത്ത വന്നത്. തകഴി കുന്നുമലിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചിട്ടു എന്ന വിവരം സമൂഹ മനസാക്ഷി ഇന്ന് പകൽ ഞെട്ടിച്ചു. കൊല്ലനാടി പാടശേഖരത്തിൻ്റെ തെക്കേ ബണ്ടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. മാതാവിൻ്റെ ആൺസുഹൃത്ത് ഉൾപ്പെടെ 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വല്ലാത്ത നടുക്കമുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇന്നത്തെ വാർത്താ പകലിൽ നമ്മൾ കണ്ടതും കേട്ടതും. പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെ കാമുകനും സുഹൃത്തും ചേർന്ന് കുഴിച്ചിട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് നാടിന്ന് കേട്ടത്. രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിലെത്തിയതോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം പുറത്തറിഞ്ഞത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത്. മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ തന്റെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് യുവതി മൊഴി നൽകി. ഇന്നലെ രാത്രി ആൺസുഹൃത്ത് തോമസ് ഔസേപ്പ്, സഹായി അശോക് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1-ാം പ്രതിയായ തോമസ് ഔസേപ്പാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. നവജാത ശിശുവിൻ്റേത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ. അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കാൻ സമയമായിട്ടില്ല. ആയിരുന്നു കുഴിച്ചിട്ട് തന്നെ. അതെ അതെ, അയാൾ തന്നെ കാണിച്ചു. അതെ, നമ്മളുടെ ഒരു അസംഷനിൽ ഒരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തമാകുക. കുട്ടിയുടെ അമ്മ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ മാസം 7-ാം തീയതിയാണ് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത്. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുള്ളതായി SP വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ അമ്മയെ അടക്കം പ്രതിയാക്കിയാകും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രാത്രി രേഖപ്പെടുത്തും. കൊല്ലനാടി പാടശേഖരത്തിന്റെ തെക്കേക്കരയിലെ ബണ്ടിന് സമീപത്തു നിന്നാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത്. കുട്ടിയുടേത് സ്വാഭാവിക മരണമാണോ കൊലപാതകമാണോ എന്ന വിവരമാണ് ഇനി അറിയാനുള്ളത്. ഷിബിൻ ബഷീറിനൊപ്പം ശ്യാംകുമാർ, 24 ആലപ്പുഴ. നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും തകഴിയിലെ ജനങ്ങൾ. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നില്ല. നേരത്തെ ഇങ്ങനെ ഓരോരുത്തരതും കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് നല്ല ഭയമായിപ്പോയി. ഈ കുന്നുമേ തന്നെ ഇത്ര സംഭവം നടന്നല്ലോ എന്നുള്ളൊരു ഭയത്തിലാണ്. ഞെട്ടിപ്പോയി ഞാൻ. ഇപ്പം തകഴി പ്രദേശത്തുള്ള സാമാന്യം നല്ല ചെറുപ്പക്കാരനാണ്. ചൂണ്ടയിടയിലും മറ്റേ രാത്രി മീൻപിടുത്തമായിരുന്നു എൻ്റെ ജോലി. ഇങ്ങനെ നടക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പയ്യനായിപ്പോയി.